നായർ വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച് ഇടത് യൂണിയൻ അവരുടെ സന്ദർശനം തടയുകയും മറ്റും ചെയ്തതിന് ആ സ്റ്റുഡന്റ് കൗൺസിൽ അംഗത്തെ സസ്പെൻഡും മറ്റും ചെയ്തിട്ടുണ്ട്. സമുദായ സംഘടനകൾ ഇവിടെ കയറണ്ട എന്ന് ഭ്രഷ്ട് കൽപ്പിക്കാൻ ഈ സംഘടനകൾക്ക് യാതൊരു അവകാശവും അധികാരവും ഇല്ല. എല്ലാവിധ അനുമതിയോടും കൂടി ഫീസ് അടച്ച് അവരുടെ പേരൻസും അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളുമായിട്ട് വന്ന NSS ബാല സമാജത്തിലെ കുട്ടികൾ, മന്നം ബാലസമാജത്തിലെ കുട്ടികളെ അധിക്ഷേപിച്ചിറക്കി വിട്ടത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു നടപടിയാണ്. അതിനെതിരെ ശക്തമായ നിലപാട് കേരളീയ പൊതുസമൂഹത്തിൽ ഉയർന്നു വരണം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സംഭവം നടന്നത്. ഇപ്പോഴാണ് കൂടുതൽ വാർത്താ പ്രാധാന്യം നേടി. നമ്മളെല്ലാം സത്യപ്രതിജ്ഞയിലും മറ്റുമായിരുന്നല്ലോ. അപ്പോൾ ആ വിഷയത്തിൽ തികച്ചും ധാർഷ്ട്യവും ധിക്കാരവുമാണ് ഈ ഇടത് സംഘടന. SFI ആണെന്ന് ചിലർ പറയുന്നു, അറിയില്ല. ഇടത് സംഘടനകളാണെന്ന് പറയുന്നു. അവരുടെ ലാംഗ്വേജ് അങ്ങനെയാണ്. പുരോഗമനം, നമുക്ക് സമുദായങ്ങളൊന്നും വേണ്ട, പൊതുവേ ലെഫ്റ്റിൻ്റെ ലാംഗ്വേജിലാണ് അവർ സംസാരിക്കുന്നത്. ഇത് NSS മാത്രമല്ല, നായർ കുട്ടികളാണെങ്കിലും ഈഴവ കുട്ടികളാണെങ്കിലും ക്രിസ്ത്യൻ കുട്ടികളാണെങ്കിലും മുസ്ലിം കുട്ടികളാണെങ്കിലും ആദിവാസി കുട്ടികളാണെങ്കിലും നമ്പൂതിരി കുട്ടികളാണെങ്കിലും ഇനിയും വേറെ ഏത് സമാജത്തിലോ സമുദായത്തിലോ വിടുന്ന കുട്ടികളാണെങ്കിലും അവരെ അധിക്ഷേപിച്ചിറക്കി വിടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതായത് അവർ എല്ലാവിധ പെർമിഷനോടും കൂടി KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു വിസിറ്റ് നടത്തുകയാണ്. NSS കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് വരുന്നത്. അപ്പോൾ അവരെ എങ്ങനെ തടഞ്ഞത് ശരിയായില്ല. അവിടെ എല്ലാവർക്കും പ്രവേശിക്കാൻ അനുവാദമുണ്ട്. അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മതി. അത് തന്നെയാണ് അതിൻ്റെ സത്യവും. കോട്ടയം KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആർക്കും പ്രവേശിക്കാമെന്നും സാമുദായ സംഘടനകൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സണ്ണി ജോസഫ്. പാമ്പാടി NSS കരയോഗത്തിലെ കുട്ടികൾ പഠനയാത്രയുടെ ഭാഗമായി എത്തിയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തടഞ്ഞതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കറക്റ്റ്, വളരെ നല്ലതാണ്. ശക്തമായ പ്രതിഷേധം. സിനിമയെ കുറിച്ച് പഠിക്കണം, സിനിമയെ കുറിച്ച് അറിയാം. ഇവർ നിഷ്കളങ്കമായിട്ടാണ് ഇത്തരത്തിലൊരു സംഘടനയുടെ കൂടെ വന്നിട്ടുള്ളത് എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവർക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ആർക്കും അത്തരത്തിലൊരു ബാനറിന്റെ ഭാഗമായിട്ടല്ല ഈ വിദ്യാർത്ഥികൾ. പാമ്പാടി NSS കരയോഗത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായത്. മുൻകൂർ അനുമതി വാങ്ങി പഠനയാത്രയുടെ ഭാഗമായി KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ എത്തിയപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തടഞ്ഞത്. സമുദായ സംഘടനകൾക്ക് പ്രവേശനമില്ലെന്നും സ്ഥാപന മേധാവി വിദ്യാർത്ഥികളോട് ആലോചിക്കാതെ NSS കരയോഗത്തിലെ കുട്ടികളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രവേശിപ്പിച്ചെന്നുമാണ് സ്റ്റുഡന്റ് കൗൺസിലിന്റെ വാദം. അറിയിക്കാതെ വന്നതും പ്രശ്നമാണ്. NSS നിങ്ങളുടെ സ്വത്തല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഈ നാടിന്റെ സ്വത്താണ്. നിങ്ങൾ അവിടെ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യോഗം എന്നുള്ള രീതിയിൽ മാത്രം ഫോഴ്സ് ചെയ്ത് വന്നതും ഒരു പ്രശ്നമാണ്. ഫോഴ്സ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ഞാൻ ആ ടേമിനെയാണ്, അല്ലാണ്ട് അവര് വന്ന് ഫോഴ്സ് ചെയ്ത് ഇങ്ങോട്ട് ഇടിച്ചു കയറിയെന്നല്ല. സോ ഒബ്വിയസ്ലി അവർ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയിക്കുവായിരുന്നെങ്കിൽ നമ്മൾക്കുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാമായിരുന്നു. ഇത്തരം ഒരു ക്ലാഷ് ഒഴിവാക്കാമായിരുന്നു. ജാതിയും മതവും നോക്കിയല്ല ആർക്കും അനുമതി വാങ്ങി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രവേശിക്കാമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സണ്ണി ജോസഫ് പറയുന്നു. അതെങ്ങനെ വിലക്കാൻ പറ്റും? ഇങ്ങനെ ഇപ്പൊ ഒരു NSSO SNDPO പോലെയുള്ള സമുദായ സംഘടനകൾ ഈ കേരളത്തിൽ തന്നെ എത്രയോ നിരവധി സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. അപ്പം എനിക്കിതുവരെ അത് കുട്ടികളുടെ പ്രധാന പ്രശ്നം അതാണ്. ഇങ്ങനെയാണ് ഇത്, അങ്ങനെയുള്ളവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, കേൾക്കുന്നു, പക്ഷെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പഠനയാത്ര സംഘത്തോട് മാപ്പ് ചോദിച്ചെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പറഞ്ഞു. ഇങ്ങനെയൊരു അനിഷ്ട സംഭവം ഉണ്ടായതിൽ ഞാൻ ഖേദിക്കുന്നതും അവരോട് മാത്രമല്ല അവരുടെ മാതാപിതാക്കളോടും വന്ന ആൾക്കാരോടും മുന്നേ തന്നെ ഞാൻ മാപ്പ് പറയുകയും അതിൽ ഞാൻ എന്റെ ഖേദം അവരോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചയും പൊതുജനങ്ങൾക്ക് അനുമതി വാങ്ങി സ്ഥാപനം സന്ദർശിക്കാം. ഇത് അറിഞ്ഞെത്തിയതായിരുന്നു 40 കുട്ടികളും രക്ഷിതാക്കളായ 5 പേരും. മനോരമ ന്യൂസ്, കോട്ടയം. 40 കുട്ടികളെയും ആ രക്ഷിതാക്കളെയും അവിടെ അലമ്പിയ അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയ ഇവർക്കെതിരെ ശക്തമായ ആക്ഷൻ വേണം. ഓൾറെഡി ആക്ഷൻ എടുത്തു എന്ന് തോന്നുന്നു. ആരെയോ അതിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻറ് കൗൺസിൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിപിൻ എന്നാണ് പേര്. അതിശക്തമായി സസ്പെൻഡ് ചെയ്യണം. അതായത് NSSനോ SNDPക്കോ KPMSനോ ക്രിസ്ത്യൻ സഭകൾക്കോ മുസ്ലിം സഭകൾക്കോ വിശ്വാസം ഉള്ളവർക്കോ ഇല്ലാത്തവർക്കോ ആർക്ക് വേണമെങ്കിലും അവിടെ പോവുകയും അവിടെ തങ്ങളുടെ കുട്ടികളെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഫിലിമിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് വേണ്ട എന്ന് പറയുന്നത് കപട ഇടതാണ്. അതായത് ഈ എക്സ്ട്രീം ലെഫ്റ്റാണ്, അർബൻ നക്സൽ സ്വഭാവമുള്ളവരാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. സമുദായങ്ങൾ ഒരു റിയാലിറ്റിയാണ്. ഈ സമുദായങ്ങളെ ഒരുമിച്ച് നിർത്താനല്ലേ ഈ ഇടത് സംഘടനയുടെ CPMൻ്റെ ശ്രീ പിണറായി വിജയൻ
NSS, SNDP, KPMS കൂടെ അയ്യപ്പ സംഗമത്തിന് വിളിച്ചത്. അപ്പോൾ അയഥാർത്ഥ്യമായി ഈ അർബൻ നക്സൽ സ്വഭാവം കാണിക്കരുത്. ഇതേപോലെ അർബൻ നാസി സ്വഭാവം കാണിക്കുന്നവരുണ്ട്, അവരാണ് തീവ്ര ഇസ്ലാമോഫോബിയ വളർത്തുന്നവർ. ഈ അർബൻ നക്സൽ സ്വഭാവം കാണിക്കുന്നവർ ഈ തീവ്ര ഹിന്ദു ഫോബിയ വളർത്തുന്നവരാണ്. ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. നമ്മുടെ നായർ സമൂഹത്തിലെ കുട്ടികൾക്കുണ്ടായ വേദനയും വിഷമവും വളരെ എന്താ പറയുക, അതിനോട് ഐക്യദാർഢ്യം സൂചിപ്പിക്കുന്നു. ഈ തടഞ്ഞവർക്ക് എതിരെ ശക്തമായ നടപടി വേണം, നിലപാടുകൾ വേണം. KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലടക്കം ഒരുപാട് കാര്യം ഈ എക്സ്ട്രീം ലെഫ്റ്റിൻ്റെ തീവ്ര ഇടതെന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ, തീവ്ര വലതുപോലെ തന്നെ തീവ്ര ഇടതും ചീത്തയാണ്, തീവ്ര ഇടതിൻ്റെ ഒരു സ്പേസാണ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതിനെതിരെ ശക്തമായ നടപടിയും നിലപാടുകളും വേണം. കാരണം ആ വിദ്യാർത്ഥികളുടെ മനസ്സൊന്ന് ആലോചിച്ചു നോക്കും, അവർക്ക് എത്രമാത്രം വേദനയും വിഷമമാണ് ഉണ്ടാക്കിയെന്ന് ആലോചിച്ചു നോക്കും. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം. ഈ സസ്പെൻഷൻ മാത്രം പോരാ, കൂടുതൽ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടും.